നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. Come in. ഇത് എനിക്കുള്ളത്. ഏയ് ഒന്ന് നിന്നേ. എന്താ എത്ര തിരക്ക്? പേയ്മെന്റ് റൂമിന്റെ ബില്ല് സെറ്റിൽ ചെയ്യുമ്പോൾ കൊടുത്താൽ മതി മാഡം. ഇത് റൂമിന്റെ പേയ്മെന്റ് അല്ല, ഇയാൾക്കുള്ളതാ. എനിക്കോ? അതെ. എന്താ മാഡം ഞാൻ ചെയ്യേണ്ടത്? ഇയാളൊരു 2 മിനിറ്റ് കണ്ണടച്ച് നിന്നാ മതി. ആ സമയത്ത് ഞാൻ ഈ 2 ഗ്ലാസ്സിലും ഒരു പൊടി മിക്സ് ചെയ്യും. അത് അവർക്ക് തന്നെ കൊണ്ടുപോയി കൃത്യമായിട്ട് കൊടുക്കണം. അയ്യോ വേണ്ട മാഡം, ആളെ കൊല്ലാനൊന്നും ഞാനില്ല. ഇതെല്ലാം ഇതിന്റെ ഇരട്ടി കിട്ടിയാലും ജയിലിൽ പോകാനൊന്നും എനിക്ക് വയ്യ. കുടുംബം പ്രാരാബ്ദമൊക്കെ ഉള്ളതാ മാഡം. ഏടോ, ഇയാളൊരു മണ്ടനായി പോയല്ലോ. ഇത്ര CCTV ക്യാമറകൾ കണ്ണും മേടിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ ആളെ കൊല്ലാനൊക്കെ നോക്കോ? താൻ എന്റെ റൂമിലേക്ക് വരുന്നതും തിരിച്ചിറങ്ങി പോകുന്നതും അവർക്ക് ജ്യൂസ് കൊടുക്കുന്നതൊക്കെ ഫുള്ളായിട്ട് ക്യാമറയിൽ പതിയില്ലേ? താൻ സുന്ദരായിട്ട് കൈ കഴുകി മാറും. റിസ്ക് എനിക്കല്ലേ? ഈ CCTV ക്യാമറ കൊണ്ട് ഒരു തവണ പണി കിട്ടിയ ആളാ ഞാൻ. ഇനി ഞാൻ അങ്ങനെ ഒരു മണ്ടത്തരത്തിന് മുതിരോടോ? പിന്നെന്തിനാ ലൈമിൽ പൊടി കലക്കുന്നത്? എനിക്കവരെ കുറച്ചു സമയത്തേക്ക് മയക്കി കിടത്തിയാൽ മാത്രം മതി. അതെന്തിനാ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഈ പണം. ഇയാൾക്ക് എത്ര ഇവിടുത്തെ ശമ്പളം? എനിക്ക് 15,000 രൂപ. ആ, ഇത് അതിലും കൂടുതലുണ്ട്. കുടുംബവും പ്രാരാബ്ദം ഉണ്ടെന്നല്ലേ പറഞ്ഞ് വെച്ചോ. ഇതെന്ത് പൊടിയാ മാഡം? കൊണ്ടേ കൊടുക്ക്. രുചി വ്യത്യാസം ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ലാന്ന് താൻ ധൈര്യമായിട്ട് കൊണ്ടു കൊടുക്ക്. പിന്നെ കറക്റ്റായിട്ട് അവര് 2 ആൾക്കും തന്നെ കൊടുക്കണം. യെസ് മാഡം. കൊഞ്ചിക്കൊഴഞ്ഞോടി, നാളെ നിന്റെ 2ാം താലികെട്ടല്ല. നീ അടക്കമുള്ള ശാലിനിയുടെ കുടുംബത്തിന് നിത്യ കണ്ണീരാ കിട്ടാൻ പോന്നെ. രോഹിത്തെ മോനെ, നിനക്കും വെച്ചിട്ടുണ്ട് സുസ്മിത. പിഴിഞ്ഞു തരാൻ പറഞ്ഞ അപ്പ അമ്മ പക്ക ഹോട്ടലുകാരിയാവും. നാരങ്ങയ്ക്ക് ഇപ്പൊ എന്താ വില? ₹20. പിന്നെ പഞ്ചസാരയുടെ വില ഒക്കെ കൂടി കേട്ട് കഴിയുമ്പോ എന്റെ വയറങ്ങ് നിറയും. പിന്നെ ലൈം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ എന്റെ തടി തപ്പും. ആരുടെ മുഖത്ത് മയക്കത്തിന്റെ ഒരു ലക്ഷണം പോലും കാണാനില്ലല്ലോ. ഇനി ഞാൻ കൊടുത്ത ലൈം അല്ലേ?
ആ ബേറർ കൊടുത്തത്. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ആ, കേട്ടോ രോഹിത്തെ, കുഞ്ഞായിരിക്കുമ്പോ ഇവക്കൊരു ഐസ്ക്രീം കച്ചവടക്കാരനെ കല്യാണം കഴിക്കണോന്നായിരുന്നു ആഗ്രഹം. ഐസ്ക്രീം കച്ചവടക്കാരനോ? അതെന്നെ, ഈ സൈക്കിളില് പെട്ടിയൊക്കെ കെട്ടിവെച്ചോണ്ട് ഐസ്ക്രീം കച്ചവടം നടത്തുന്ന ആൾക്കാരില്ലേ, ഈ സ്റ്റിക്ക് ഐസ്ക്രീം. അങ്ങനെ ഒരാളെ കല്യാണം കഴിച്ച 4 നേരം ഐസ്ക്രീം വയറ് നിറയെ കഴിക്കാന്നായിരുന്നു പദ്ധതി. എങ്ങനെ? ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കുഞ്ഞേച്ചി. ആ പറഞ്ഞു ഇല്ലേ, പറഞ്ഞില്ലേ? ആ പറഞ്ഞിട്ടുണ്ട്, അത് ഞാനും കേട്ടിട്ടുണ്ട്. അവനാ പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് വിരകാണല്ലോ. എന്റെ ഒരു ഗതികേടിന് ഞാൻ അവന് ഡിവോഴ്സും കൊടുത്തുപോയി. ഈശ്വരാ, ഇന്ന് തന്നെ അവനൊരു പണി കൊടുക്കാൻ ചാൻസ് തരണേ. ഇല്ലെങ്കിൽ സരളയുടെ മോളെന്ന് പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്ന എന്തിനാ? നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ആ, പണി കിട്ടിയത് അവക്കാന്ന് തോന്നുന്നു. അതെ, നാളെ കല്യാണം അല്ലേ, നേരത്തെ ഉറങ്ങുന്നത് നല്ലതാ. പൂടി അവിടുന്ന്. ആ അതെ അതെ, ഇത് കള്ളവർക്കം തന്നെയാ. അല്ലെങ്കിൽ രോഹിത് എന്നോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആർക്കാ ഓർക്കം വരിക? എത്ര നേരം വേണമെങ്കിലും രോഹിത് എന്നോട് സംസാരിച്ചോണ്ടിരിക്കാം, സമയം പോകുന്നത് അറിയേയില്ല. നിങ്ങളിപ്പോ എന്ത് വിചാരിച്ചാലും വേണ്ടിയില്ല, ഞാൻ കിടക്കാൻ പോവാ. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉറങ്ങി വീഴും. ഇവിടെ തന്നെ എനിക്ക് വേണ്ടത്. ഇവക്ക രോഹിത്തിനെ കാണുമ്പോ ഇളക്കം കൂടുതല്. ആ അതെ, 3 റൂംസ് ആയിട്ടോ ശാരിയേച്ചി. അമ്മയ്ക്ക് ശ്യാമയ്ക്ക് 1, പിന്നെ വിഷ്ണുവേട്ടനും എനിക്ക് 1, ശാരിയേച്ചിക്കും കല്യാണം കഴിഞ്ഞു വരുന്ന രാജീവ് സാറിനും മറ്റൊന്ന്. അത് തന്നെയാടി എനിക്കും വേണ്ടത്. ശരി. അവളിപ്പൊ മയങ്ങി വീണിട്ടുണ്ടാവും. ഹലോ രാജീവ് സാറേ, അവരോടൊക്കെ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് ഞാനിങ്ങി പോന്നു. സാറിനോടിപ്പോ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. ആരാത്? ഹൗസ് കീപ്പിംഗ് മാം. ഇപ്പൊ ഒന്നും വേണ്ട. ആ താങ്ക് യു മാം. ആ ഇവിടെ ഹൗസ് കീപ്പർ വന്നതായിരുന്നു. ഇവളല്ലെങ്കിൽ പിന്നെ ആരാ ഗ്ലാസ്സിലെ ജ്യൂസ് കുടിച്ചത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.